കടന്നു വരികയാണ്. ആദ്യത്തെ ചടങ്ങാണ് അദ്ദേഹത്തിന് ഈ മഹാ അന്നദാനം ഉദ്ഘാടനം ചെയ്യുവാനായി നമുക്ക് കിട്ടിയ സൗഭാഗ്യമാണ്. മഹാനവന്റെ ഈ കടന്നുവരവ് അദ്ദേഹത്തിന്റെ പത്മഭൂഷൺ വാങ്ങിയതിനു ശേഷം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കണ്ട എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തന്ന ഒരു ദിവസം അല്ലെങ്കിൽ ഒരു കാഴ്ചയാണ് നമ്മുടെ മമ്മൂക്ക എറണാകുളത്തപ്പൻ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ വന്ന് അവിടെ അന്നദാനം ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തെ രാജ്യം ആദരിച്ചു, നമ്മളെല്ലാവരും കണ്ടതാണ്. ഏതായാലും അദ്ദേഹം ആ ഒരു ചടങ്ങിന് വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടെയുള്ള ദേവന്മാരും ദേവതകളും വരെ തൊഴുതിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രയും ഹൃദയമുള്ള ഒരു മനുഷ്യനാണ്. ഇവിടെ ഇനിയിപ്പോൾ നാളെ മുതൽ ഒരുപാട് കമൻറ്റുകൾ വന്നേക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് നമ്മുടെ കേരളം, ഇതാണ് കേരളത്തിന് വേണ്ടത്, ഇതുപോലെയുള്ള ഐക്യമാണ് വേണ്ടത്. ഇത് തകർക്കാൻ നമ്മൾ ഒരാളെ പോലും അനുവദിക്കാൻ പാടില്ല. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിരിക്കണം ആ ഒരു കാര്യത്തിൽ. കാരണം മമ്മൂക്കയെക്കുറിച്ച് എന്തൊക്കെ വേണ്ടാധീനങ്ങളാണ് ഇതുപോലെയുള്ള, അതായത് മമ്മൂക്കയെ കണ്ടുകൂടാത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മതത്തെ, അദ്ദേഹത്തിൻ്റെ പേരിനെ, അദ്ദേഹത്തിൻ്റെ മകനെ പോലും വെറുതെ വിടാറില്ല. അങ്ങനെയുള്ള കുറേ വേട്ടാവളിയന്മാരുടെ അവറ്റകൾ നാളെ കമൻറ്റുമായിട്ട് വരും. മമ്മൂട്ടിയെ എന്തിനവിടത്തേക്ക് വിളിച്ചു, അല്ലെങ്കിൽ മമ്മൂട്ടിയെ അവിടെ കയറ്റാൻ പാടില്ലായിരുന്നു, മമ്മൂട്ടിയെ അവിടെ ഒരിക്കലും കയറ്റാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് നാളെ ഒരാൾ വരും. അതുപോലെ തന്നെ മമ്മൂട്ടിയെ എന്തിനാണ് അവിടെ കയറ്റിയത് എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ വരും. ഇവരൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഇവർക്ക് ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല. ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ദേഷ്യമായിരിക്കും. ഉള്ള കാര്യം പറയാലോ, മമ്മൂക്കയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഛർദ്ദിക്കുന്നു എന്ന് പറയുന്ന ആൾ വരെയുണ്ട്. കാരണം മമ്മൂട്ടി എന്ന് പറയുന്നയാളെ എല്ലാവർക്കും ഭയങ്കര വെറുപ്പാണെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ നമ്മുടെ മലയാളികളുണ്ടല്ലോ, എൻ്റെ പൊന്നുമക്കളെ, മമ്മൂക്കയെ നമ്മൾ ഹൃദയത്തിൽ അങ്ങ് ചേർത്ത് പിടിക്കും. ഏതായാലും ബാക്കി കാര്യങ്ങൾ കൂടി കാണാം. അതിനു മുമ്പേ ഞാൻ പറയുകയാണ്, മമ്മൂട്ടിയെ ഈ ഉദ്യമത്തിന് ക്ഷണിച്ച സംഘാടകരായാലും അതുപോലെ അവിടെ സ്വീകരിക്കുന്നവരായാലും അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനന്ദനം അർഹിക്കുകയാണ്. മനസ്സിൽ തട്ടിയിട്ട് ബിഗ് സല്യൂട്ട് നൽകുകയാണ് അവർക്ക്. കാരണം ഇത് തന്നെയാണ് നിങ്ങൾ വേണ്ടത്, ഇത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മറ്റേ വേട്ടാവളിയന്മാർക്കിട്ടുള്ള ഒരു അടിപൊളി ഒരു അടിയാണിത്. ഏതായാലും മമ്മൂക്കൻ്റെ ആ ഒരു വരവും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി കണ്ടിട്ട് വരെ. ആദ്യത്തെ ചടങ്ങാണ് അദ്ദേഹത്തിന് ഈ മഹാ അന്നദാനം ഉദ്ഘാടനം ചെയ്യുവാനായി നമുക്ക് കിട്ടിയ സൗഭാഗ്യമാണ്. മഹാനവന്റെ ഈ കടന്നുവരവ് അദ്ദേഹത്തിന്റെ പത്മഭൂഷൺ വാങ്ങിയതിനു ശേഷം ആദ്യത്തെ ചടങ്ങായി എറണാകുളത്ത് എല്ലാവരും ഒതുങ്ങി നിൽക്കണം, തള്ളരുത്. മലയാളത്തിന്റെ മഹാനടൻ അന്നദാനം ആ മീഡിയയ്ക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ മീഡിയയ്ക്കുള്ള സംവിധാനം ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മീഡിയയ്ക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. മഹാ അന്നദാനം, നമ്മുടെ എറണാകുളത്തപ്പന്റെ മഹാ അന്നദാനം ഉദ്ഘാടനം ചെയ്യുവാൻ നമുക്ക് കിട്ടിയ സൗഭാഗ്യമാണ്. പത്മഭൂഷൺ നേടി ആദ്യ ചടങ്ങിന് പങ്കെടുക്കുന്ന മലയാളത്തിന്റെ മഹാനടൻ പത്മഭൂഷൺ. ഏതായാലും ഈ ഒരു സംഭവം കണ്ടപ്പോൾ നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമായെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, സന്തോഷിക്കാത്ത ചില വേട്ടാവളിയന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ. അതായത് ഇനിയിപ്പോൾ നാളെ വിഷവുമായിട്ട് വരും, വിഷവുമായിട്ട് വന്ന് വിഷം കുത്തി വെക്കാൻ നിൽക്കും. കുറേ എണ്ണം ഉണ്ടാകും. എന്തിനാണ് മമ്മൂട്ടി അവിടെ കയറ്റിയത്, മമ്മൂട്ടി കയറിയതുകൊണ്ട് ഇനി പുണ്യാകം തെളിക്കണം, അല്ലെങ്കിൽ മമ്മൂട്ടി കയറിയതുകൊണ്ട് ഇനി അവിടെ ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണം ഉണ്ടാകും. അവറ്റകളെ നമ്മൾ സൂക്ഷിക്കുക തന്നെ വേണം. ഇങ്ങനെയുള്ള ടീമുകളെ ഒരിക്കലും നമ്മൾ സ്നേഹിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. നമ്മൾ മലയാളികൾ ഇതുപോലെയാണ് സ്നേഹിക്കേണ്ടത്. അല്ലാതെ അവിടെയും ഇവിടെയും വർഗീയത കുത്തി നിറച്ച് എല്ലാവരെയും ഭിന്നിപ്പിക്കുന്ന തരത്തിൽ നമ്മൾ ഒരിക്കലും തന്നെ അവന്മാരുടെ കൂടരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എല്ലാവരെയും ഒന്നും കുറ്റം പറയുന്നില്ല. എല്ലാ സ്ഥലത്തും എന്ന് പറഞ്ഞ് ഇതുപോലെയുള്ള വേട്ടാവളിയന്മാരുണ്ടാകും. അതായത് നശിപ്പിക്കുന്നത്, ഇല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ അകത്ത് ഇതുപോലുള്ള 3-4 വേട്ടാവളിയന്മാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അവറ്റകൾക്കാണ് പ്രശ്നം. അല്ലാതെ ഒരു മുസ്ലിമിനോ ഒരു ഹിന്ദുവിനോ ക്രിസ്ത്യനോ ഒരു പ്രശ്നവുമില്ല. ഇതിൻ്റെ അകത്തൊക്കെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന, വർഗീയത പറഞ്ഞ് എന്തെങ്കിലും നേടാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷൻ ഒരു സീറ്റ് കിട്ടാൻ ചാൻസ് ഉള്ള, ജയിച്ചിട്ടില്ലെങ്കിൽ ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും കൈയിട്ട് നക്കാം എന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട്.
അവരൊക്കെയാണ് മമ്മൂട്ടിയെ പോലെയുള്ള അല്ലെങ്കിൽ ദുൽഖറിനെ പോലെയുള്ള ആൾക്കാരെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇദ്ദേഹത്തിൻ്റെ മകനെ പോലും വെറുതെ വിടാറില്ല, കുടുംബത്തെ വെറുതെ വിടാറില്ല. ഒരു പ്രാവശ്യം നമ്മളെല്ലാവരും കണ്ടതാണ് ഒരു വിഷം പറഞ്ഞത്, മമ്മൂട്ടിയുടെ മകൻ്റെ മരണം. അതുവരെ എന്ന് പറഞ്ഞ ചില വേട്ടാവളിയന്മാർ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊക്കെ സഹിക്കാൻ കഴിയുമോ? ആ അച്ഛനും അമ്മയ്ക്കും എത്രമാത്രം ഇതുണ്ടാകും. മമ്മൂട്ടി എന്ന് പറഞ്ഞാലും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരുടെ അച്ഛനും അമ്മയുമാണ്, അല്ലാതെ വെറും സിനിമയിലുള്ള അമാനുഷിക ശക്തികളൊന്നുമല്ല അവർ. അവർക്കൊക്കെ എത്രമാത്രം വിഷമമുണ്ടാകും. അവരെ പറഞ്ഞത് പോട്ടെ, പക്ഷെ തൻ്റെ മക്കളോട് പറയുമ്പോഴും മക്കളെ പറയുമ്പോഴേ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ മകനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ വരുന്നുണ്ട്, ചില കമൻറ്റുകൾ കാണാറുണ്ട്. ഇതിൻ്റെ അടിയിലും ഇനി നാളെ ഒരുപാട് കമൻറ്റുകൾ വരും. അതായത് എന്തിന് മമ്മൂട്ടിയെ അതിൻ്റെ അകത്തേക്ക് വിളിച്ചു? ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയുള്ള കുറേ ടീമുകൾ അതായത് മമ്മൂട്ടിയെ അധിക്ഷേപിക്കുന്ന മട്ടാഞ്ചേരി മാഫിയ തലവനാണ്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം, മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഹൃദയമുള്ളൊരു മനുഷ്യനെ ആർക്കും അറിയില്ല. അയാൾ ഒരുപാട് സഹായങ്ങൾ ചെയ്യാറുണ്ട്, ഒരുപാട് രോഗികൾക്ക് സഹായം ചെയ്യാറുണ്ട്, ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും കൊട്ടി ആഘോഷിക്കാൻ മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടൻ ഇവിടെയും പോകാറില്ല. ഒരു സ്നേഹനിധി തന്നെയാണ് ആ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പ്രായം പറഞ്ഞ് കളിയാക്കുന്ന കുറേ ആൾക്കാർ, അദ്ദേഹത്തെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല, അദ്ദേഹം ഒരു രോഗത്തിന് വേണ്ടി ചികിത്സക്ക് പോയപ്പോൾ അദ്ദേഹം മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച ചില ആൾക്കാരുണ്ട്. അതായത് ഇനി മമ്മൂട്ടി തിരിച്ചു വരരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ചില ആൾക്കാർ എന്തിനിങ്ങനെ ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാൾ കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഒന്ന് വീണ് കഴിഞ്ഞാൽ ഇവരൊക്കെ ചിന്തിക്കും, അയ്യോ അന്ന് ഞാൻ മമ്മൂട്ടിയെ പറഞ്ഞത് വളരെ മോശമായി പോയി എന്ന്. ഇപ്പോഴിവർക്ക് വേണ്ടതെന്നാണെന്ന് വെച്ചാൽ കുറേ ആൾക്കാരുടെ ഒരു സപ്പോർട്ട്. ആ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഇവറ്റകൾ ഇങ്ങനെ കളിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടിയെ മട്ടാഞ്ചേരി മാഫിയ തലവനാക്കുക, അല്ലെങ്കിൽ മമ്മൂട്ടിയാണ് എല്ലാത്തിനും കാരണം എന്നുണ്ടാക്കുക. ഏതായാലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള ചടങ്ങുകൾക്ക് വിളിച്ചതിന്. ഇനിയും ഒരുപാട് അമ്പലങ്ങളുണ്ട്, അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മമ്മൂക്കയെ പോലെയുള്ള ആൾക്കാരെ പങ്കെടുപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ തന്നെ വളരെ സൗഹൃദപരമായിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഇത്തിൽ കണ്ണികൾ ഉണ്ടാകാം, അവറ്റകളെ നമ്മൾ നുള്ളിച്ചാടുക തന്നെ വേണം. അതെല്ലാ മതത്തിലും ഉണ്ട് ഇത്തിൽ കണ്ണികൾ. ആ ഇത്തിൽ കണ്ണികളെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട് എത്ര സുന്ദരാന്നറിയോ? ഇന്ന് ഈ ഒരു കാഴ്ച കാണുമ്പോൾ നമുക്ക് എത്രമാത്രം സന്തോഷമുണ്ടായി. എത്ര പേരാണ് ആ ഒരു ഉദ്യമത്തെ പ്രശംസിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്. ഇതല്ലേ നമ്മുടെ നാട്, നമ്മളെല്ലാവരും കണ്ട നാട് ഇതല്ലേ നമ്മുടെ കേരളം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തല്ലുന്നതാണോ നമ്മുടെ കേരളം? അല്ല, ഇതാണ് നമ്മുടെ സുന്ദരമായ കേരളം, ഇവിടെയാണ് നമ്മുടെ സാക്ഷര കേരളം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. ഇനി വിഷവും കുത്തിവെക്കുന്ന ആൾക്കാർ നാളെ വന്ന് വിഷം നിറച്ച് വെച്ചോട്ടെ, അവറ്റകൾക്ക് എന്തെങ്കിലും അതിൻ്റെ അകത്ത് നിന്ന് വിശപ്പടക്കാൻ കിട്ടുന്നുവെങ്കിൽ അവറ്റകൾ തിന്നട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അവറ്റകൾക്ക് ഇതാണ് വേണ്ടത്, ആരുടെയെങ്കിലും രക്തം ഊറ്റി കുടിക്കുന്ന ചില ഡ്രാക്കുളമാറാനായിട്ട് അതിറ്റകളെന്ന് ഞാൻ പറയുള്ളൂ. എല്ലാവരും ഇല്ലാട്ടാ, ചില ആൾക്കാർ മാത്രം. ഏതായാലും ഈ ഒരു പ്രോഗ്രാം കണ്ടപ്പോഴും ശരിക്കും കണ്ണ് നിറഞ്ഞുപോയി. ഓരോ മലയാളിയും ആഗ്രഹിച്ചതാണ്, ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഹൈപ്പ് ചെയ്യുക. നന്ദി, നമസ്കാരം.